പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന ബാലസാഹിത്യ നോവലിലെ 3-ാമത്തെ അധ്യായം ചാത്തങ്കാളിയമ്മ. നോവൽ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം, അധ്യായം ചാത്തങ്കാളിയമ്മ. വയ്യാട്ടുകുന്ന് ദേശത്തിൻ്റെ പടിഞ്ഞാറേ അതിരാണ്. വയ്യാട്ടുകുന്നിലാണ് ചാത്തൻ കണ്ടകാളിയുടെ കാവ്. വയസ്സേറെ ചെന്ന അരയാലുകൾ, പടർന്നു പന്തലിച്ച് വെളുത്ത പൂക്കൾ ചൂടി നിൽക്കുന്ന അരളിമരങ്ങൾ. ചാത്തങ്കാളിയമ്മ ഉഗ്രമൂർത്തിയാണ്. ആശ്രയിച്ചാൽ അമ്മ ആശിക്കുന്നതൊക്കെ തരും. അമ്മയ്ക്കിഷ്ടമില്ലാത്തത് ചെയ്താലോ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടിയും വരും. വയ്യാട്ടുകുന്നത്ത് ഭഗവതി കുടികൊണ്ട കഥ മുത്തശ്ശി പറയാറുണ്ട്. പണ്ടെന്നോ നടന്നതാണ്. ചാത്തനും ചാത്തൻ്റെ കെട്ടിയവൾ കാളിയും. അവർ വയ്യാട്ട് എന്ന നായർ തറവാട്ടിലെ അടിയാളന്മാരായിരുന്നു. ചാത്തനും കാളിയും ഒരു ദിവസം വയ്യാട്ടുകുന്നത്ത് പുല്ലരിയാൻ പോയി. പുല്ലരിഞ്ഞ് ചെന്നപ്പോൾ അവിടെ കിടക്കുന്ന കരിങ്കല്ലിൽ ചാത്തൻ അരിവാളുരാകാൻ തുടങ്ങി. കല്ലുമുറിഞ്ഞ് ചോരയൊഴുകിയപ്പോൾ ചാത്തനും കാളിയും പേടിച്ചു നിലവിളിച്ചു. അരിവാളും പുല്ലുകൊട്ടയും വലിച്ചെറിഞ്ഞ് അവർ വയ്യാട്ടേക്ക് ഓടി. ചാത്തനും കാളിയും പറഞ്ഞ കഥ കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. മനക്കലേക്ക് ആളുപോയി. വലിയ തമ്പുരാനും ദേശത്തെ പ്രമാണിമാരും വയ്യാട്ടുകുന്നിലെത്തി. കാടും പടലും വെട്ടിമാറ്റി നോക്കിയപ്പോഴുണ്ട് ഭഗവതിയുടെ ഒരു കരിങ്കൽ വിഗ്രഹം. വിഗ്രഹത്തിൻ്റെ ഇടത്തെ കയ്യ് മുറിഞ്ഞു കിടക്കുന്നു. മുറിവിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകുന്നുണ്ട്. ദേശത്തു പണിക്കരെത്തി പ്രശ്നം വെപ്പായി. സാക്ഷാൽ ഭദ്രകാളിയാണ്. കാളിയെ ചാത്തനും കാളിയും കണ്ട സ്ഥലത്ത് തന്നെ കുടിവെക്കണം. തന്ത്രി നമ്പൂരി വന്നു. യഥാവിധി പൂജ നടത്തി. ചോര നിന്നു. മുറിഞ്ഞ കയ്യ് കൂട്ടിച്ചേർക്കണ്ട എന്നായിരുന്നുവത്രേ പ്രശ്നത്തിൽ കണ്ടത്. ഭഗവതിക്ക് അമ്പലമുണ്ടാക്കി, ശാന്തിക്ക് നമ്പൂരിയെ വെച്ചു. മേലേക്കാവുണ്ടാക്കി അവിടെ ഭദ്രകാളിക്ക് വേറൊരു പ്രതിഷ്ഠ നടത്തി. പൂജയ്ക്ക് കുളങ്ങര നായരെ ഏർപ്പാടാക്കി. നമ്പൂരിയുടെ ശാന്തി കൊണ്ട് ഭഗവതി ശാന്തയാവും. നായന്മാർ പൂജിച്ചാൽ ദേവിയുടെ രൗദ്രത കുറയാതെ നിൽക്കും. അതിനാണത്രേ ഭഗവതിക്ക് മേലേക്കാവിൽ ഒരു പ്രതിഷ്ഠ കൂടി നടത്തിയത്. കാവിൽ വെളിച്ചപ്പാടുണ്ട്. ചുവന്ന പട്ടുടുത്ത് ഓട്ടുമണികൾ കിലുങ്ങുന്ന അരപ്പട്ട കെട്ടി, കാലിൽ ചിലമ്പണിഞ്ഞ് തിളങ്ങുന്ന ചന്ദ്രക്കലവാളും വിറപ്പിച്ചുകൊണ്ട്, അഴിച്ചിട്ട തലമുടി ഒരു കയ്യാൽ വിതർത്തിയിട്ടുകൊണ്ട് വിശേഷ ദിവസങ്ങളിൽ വെളിച്ചപ്പാട് ചെണ്ടയുടെ താളത്തിനൊത്ത് നൃത്തം വയ്ക്കും. ഭഗവതി ആവേശിക്കുമ്പോഴാണത്രേ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നത്. വെളിച്ചപ്പാടിൻ്റെ കൽപ്പന കേൾക്കാൻ വേണ്ടി തിരുമുറ്റത്ത് ദേശക്കാർ വീർപ്പടക്കി നിൽക്കും. അരി വാരി എറിഞ്ഞുകൊണ്ട് താഴ്ന്ന ശബ്ദത്തിൽ വിക്കി വിക്കി വെളിച്ചപ്പാട് കൽപ്പിക്കും. കൽപ്പന മിക്കപ്പോഴും അച്ഛൻ തിരുമേനിയോടും ദേശത്തെ പ്രമാണിമാരിൽ ആരോടെങ്കിലും ആയിരിക്കും. വെളിച്ചപ്പാട് കൽപ്പിക്കുമ്പോൾ തല കുമ്പിട്ട് നിൽക്കണം. ഭഗവതി കൽപ്പിക്കുന്നത് അക്ഷരം പ്രതി അനുസരിക്കുകയും വേണം. ഇല്ലെങ്കിൽ ഫലം അനുഭവിക്കുമെന്നാണ് മുത്തശ്ശി പറയാറ്. മുത്തശ്ശിയുടെ കുട്ടിക്കാലത്ത് ഭഗവതിക്ക് ഏറെ ഇഷ്ടനായ ഒരു വെളിച്ചപ്പാടുണ്ടായിരുന്നു. കൊണ്ടാടും ദേവി കുഴഞ്ഞാടും എന്നാണത്രേ. വെളിച്ചപ്പാട് വിളിച്ചാൽ വിളിപ്പുറത്തായിരുന്നു അത്രേ ഭഗവതി. വെളിച്ചപ്പാട് രാത്രി എവിടെ പോകുമ്പോഴും ഭഗവതി കൂട്ടിനു പോകും. വെളിച്ചപ്പാടിൻ്റെ രാത്രി സഞ്ചാരം ശരിയല്ലാതായി തുടങ്ങിയപ്പോൾ ഭഗവതിക്ക് ദേഷ്യം വന്നു. ഒരു രാത്രി ഏതോ ചീത്ത സ്ത്രീയുടെ വീട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ വെളിച്ചപ്പാടിനെ ഭഗവതി തന്നെ കാവിലെ കുളത്തിൽ മുക്കിക്കൊന്നുവത്രേ. വിക്കലുണ്ട് ചാത്തങ്കാളിയമ്മയ്ക്ക്. അതുകൊണ്ടാണ് വെളിച്ചപ്പാട് കൽപ്പിക്കുമ്പോൾ വിക്കു വരുന്നത്. തൻ്റെ തട്ടകത്തിലുള്ള മക്കളെ അല്ലലും ആപത്തും വരാതെ അമ്മ പരിപാലിച്ചു കൊള്ളും. മുത്തശ്ശിക്ക് ഉറപ്പാണ്. ഉഗ്രമൂർത്തിയാണെങ്കിലും ഭഗവതിക്ക് ആനയെ പേടിയാണത്രേ. അതുകൊണ്ടാണ് വേലയ്ക്ക് ആനയെ എഴുന്നള്ളിക്കാത്തത്. മാസത്തിലൊരു ഞായറാഴ്ച ഭഗവതിക്ക് പണപ്പായസം വെപ്പിക്കാൻ അപ്പവും ഏട്ടനും കൂടിയാണ് പോവുക. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണത്രേ ഭഗവതിക്ക് വിശേഷം. അന്ന് സ്കൂളുണ്ടല്ലോ. രാവിലെ നേരത്തെ കുട്ടിച്ചെമ്പിൽ ഒരു റാത്ത ശർക്കരയുടെ പൊതിയും ഒരു തേങ്ങയും നാഴി ഉണക്കലരിയും വെച്ച് അമ്മ ഏട്ടൻ്റെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു. അപ്പുവിൻ്റെ കയ്യിൽ ചെറിയൊരു വിറക് കെട്ടും. കാവിലെ തിടപ്പിള്ളിയിൽ ചെമ്പ് കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ ഉച്ചയാവും പായസം വെച്ച് ഭഗവതിക്ക് നേദിച്ച് കിട്ടുമ്പോഴേക്കും. അത്ര നേരവും അപ്പവും ഏട്ടനും അരളിമരത്തിൽ കയറിയും കാവിലെ കുളത്തിലെ മീനുകളെ നോക്കിയും കാവിൻ്റെ ചുറ്റുമുള്ള പരന്നു കിടക്കുന്ന പറമ്പിൽ ചുറ്റിയടിച്ചും സമയം കഴിച്ചു കൂട്ടുന്നു. കുളത്തിൻ്റെ കരയ്ക്ക് നിൽക്കുന്ന പ്ലാവിൽ നിന്ന് ഒരു പച്ചപ്ലാവില പൊട്ടിച്ച് അപ്പു ട്രൗസറിൻ്റെ പോക്കറ്റിൽ വയ്ക്കും. പണപ്പായസം വെപ്പിക്കാൻ കുറേ ആളുകളുണ്ടാവും. എല്ലാ പായസച്ചെമ്പുകളും ഭഗവതിക്ക് മുമ്പിൽ വെച്ച് തിരുമേനി നേദിക്കുന്നു.
നേദിച്ച പായസച്ചെമ്പുകൾ പുറത്തേക്ക് വെച്ചു കൊടുക്കുന്നു. ചെമ്പിന് നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് തിടപ്പിള്ളിയിൽ നിന്ന് പുറത്തേക്കിടുന്ന തേക്കിൻ്റിലയും കടലാസും മടക്കി ഒരു തെരികയാക്കി ഏട്ടൻ കയ്യിൽ കരുതിയിട്ടുണ്ടാവും. നടയ്ക്ക് നേരെ നിന്ന് അപ്പു ഭഗവതിയെ തൊഴുതു പ്രാർത്ഥിക്കും. ഭഗവതി, നല്ല ബുദ്ധി തോന്നിക്കണേ, പരീക്ഷ പാസ്സാവണേ, ഒരു ദണ്ണും പിടിക്കരുതേ. അവസാനമായി ഒരു കാര്യം കൂടി, ശങ്കരൻ മാഷ്ടെ ചൂരല് ഒടിഞ്ഞു പോണേ. പായസച്ചെമ്പ് തലയിൽ വയ്ക്കാൻ അപ്പു ഏട്ടനെ സഹായിക്കും. അപ്പോഴേക്കും നന്നായി വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നടുപ്പാടത്തെത്തിക്കഴിഞ്ഞാൽ പായസച്ചെമ്പ് വരമ്പത്തിറക്കി വയ്ക്കുന്നു. കുമ്പിള് കുത്തിയ പ്ലാവില കൊണ്ട് പായസം കോരിയെടുത്ത് രണ്ടാളും മാറി മാറി കഴിക്കുന്നു. പായസം ചൂടോടെ കഴിക്കാനാണ് രസം. കഴിച്ചു കഴിഞ്ഞ് ചെമ്പോടെ ഒന്നിളക്കിയാൽ അമ്മ അറിയുകയുമില്ല. മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം. അധ്യായം 4. വേലപ്പറമ്പ്. പടിഞ്ഞാറെ പാടം കയറി കിഴക്കൻ വേല കാവുപറമ്പിലെത്തി. ഇനി വരോട്ടുകാരുടെ വേല വരണം. വടക്കു നിന്നും തെക്കു നിന്നും വേല വരുമെങ്കിലും ചുനങ്ങാട്ട് നിന്ന് വരുന്ന വേലയും വരോട്ട് നിന്ന് വരുന്ന വേലയും തിരുമുറ്റത്തിറങ്ങി ഭഗവതിയെ ആദ്യം പ്രദക്ഷിണം വെച്ച് മടങ്ങണം. പടിഞ്ഞാറ് നിന്ന് കൊട്ടും മേളവും മാർപ്പുവിളിയും കേട്ടു തുടങ്ങുന്നു. കെട്ടിയെടുത്ത് കൊണ്ടുവരുന്ന അലങ്കരിച്ച കാളകളുടെ തലകൾ കണ്ടു തുടങ്ങുന്നു. വരോട്ടുവേലയുടെ വരവാണ്. ആദ്യം തിരുമുറ്റത്തേക്ക് ഇറങ്ങുന്നത് ചുനങ്ങാട്ടുകാരുടെ കിഴക്കൻ വേലയാണ്. പിന്നാലെ ഇറങ്ങുന്നു പടിഞ്ഞാറൻ വേല. ചമയച്ചൊരുക്കി തട്ടിൽ കയറ്റിയെടുത്തു കൊണ്ടുവരുന്ന കാളകളും പൂതനും തിറയും മേലേക്കാവിലെ കളിക്കൂ. തിരുമുറ്റത്തേക്ക് ഇറങ്ങുന്നത് കൊട്ടും മേളവും കരിവേഷങ്ങളുമാണ്. അവരോടൊപ്പം ആളുകളോടൊപ്പം ഏട്ടനും അപ്പുവും ആർത്തു വിളിച്ചുകൊണ്ട് കാവിന് ചുറ്റും തിരക്കിയോടി. ഇനി തിരുമുറ്റത്ത് ചെണ്ടമേളവും കൊമ്പും കുഴലും മദ്ദളപ്പറ്റും പഞ്ചവാദ്യവും മാത്രം. ദേശത്തുള്ള നായർ തറവാടുകളിലെ സ്ത്രീകളും അമ്പലവാസി സ്ത്രീകളും അന്തർജനങ്ങളും തിരുമുറ്റത്ത് ഒതുങ്ങി നിൽക്കുന്നു. അവരൊന്നും വേലപ്പറമ്പിലേക്ക് കയറില്ല. അപ്പുവും ഏട്ടനും പറമ്പിൽ പുരുഷാരത്തിനിടയിലൂടെ ഊളിയിട്ടു. വള, മാല, കളിപ്പാട്ടം വിൽക്കുന്ന കടകൾ, ഹലുവ, ഈത്തപ്പഴം സ്റ്റാളുകൾ, പൊരിയും ഉറിയപ്പവും കച്ചവടം ചെയ്യുന്ന ചെട്ടികൾ, യന്ത്ര ഊഞ്ഞാൽ, ആനമയിലൊട്ടകം, സർക്കസ് കൂടാരം, ഇലക്ട്രിക് ഷോക്കേൽക്കാത്ത കന്യക, മരണക്കിണർ. അപ്പുവും ഏട്ടനും യന്ത്ര ഊഞ്ഞാലിൽ കയറി ടിക്കറ്റ് എടുത്ത് സർക്കസ് കണ്ടു. ആനമയിലൊട്ടകത്തിൽ 10 പൈസ വീതം വെച്ചു. വെച്ച പൈസ പോയപ്പോൾ ബാക്കിയുള്ള ചില്ലറ പൈസ പോക്കറ്റിൽ തന്നെ ഇല്ലേ എന്നുറപ്പിച്ചുകൊണ്ട് രണ്ടാളും എണീറ്റു പോന്നു. വീട്ടുവളപ്പിലെ അതിരിലും അടുത്തു കിടക്കുന്ന ആളില്ല പറമ്പുകളിലും നിൽക്കുന്ന പറങ്കിമാവുകളാണ് അപ്പുവിനെയും ഏട്ടനെയും സഹായിക്കുന്നത്. കക്കാതെയും കട്ടും കൂട്ടിവെക്കുന്ന പറങ്കിയണ്ടി കടയിൽ കൊണ്ടുപോയി കൊടുത്ത് താലപ്പൊലി കാണാനുള്ള വകയുണ്ടാക്കുന്നു. അമ്മ അറിയാൻ പാടില്ല. പിന്നാലെ നടന്ന് കെഞ്ചണം അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചില്ലറ പൈസ കിട്ടാൻ. തെണ്ടിക്കുട്ടികളെപ്പോലെ വേലപ്പറമ്പിൽ നിന്ന് അതും ഇതും വാങ്ങി തിന്നുന്നതും അനാവശ്യമായി പൈസ ചെലവാക്കുന്നതും അമ്മയുടെ കണ്ണിൽ വലിയ അപരാധമാണ്. അതുകൊണ്ട് അമ്മയുടെ കണ്ണു വെട്ടിച്ചാണ് പറങ്കിയണ്ടി കൊണ്ടുപോയി വിൽക്കുന്നത്. വിഷുവിന് പടക്കം വാങ്ങാനുള്ള കാശും പറങ്കിമാവുകൾ എല്ലാ കൊല്ലവും മുടങ്ങാതെ തരുന്നുണ്ട്. താഴെ കണ്ടത്തിൽ കള്ളുകുടിച്ച് കോൺ തിരിഞ്ഞ ആളുകൾ സംഘം തിരിഞ്ഞ് പൊരിഞ്ഞടിക്കുന്നു. അപ്പുവും ഏട്ടനും അടുത്തുപോയി കണ്ടു. കാവിലെ താലപ്പൊലിക്കാണത്രേ പഴയ വൈരാഗ്യം വല്ലതുമുണ്ടെങ്കിൽ അടിച്ചു തീർക്കുന്നത്. സൂര്യൻ അസ്തമിക്കാറായി. വെളിച്ചം കുറഞ്ഞു തുടങ്ങുന്നു. ഇരുട്ട് പരക്കുന്നു. പെട്രോമാക്സുകൾ അവിടെ കണ്ണു തുറക്കുന്നു. പടക്കത്തിന് തീ കൊളുത്താറായി എന്നാരോ വിളിച്ചു പറയുന്നത് കേട്ടു. രണ്ടാളും അങ്ങോട്ടോടി. ഓലപ്പടക്കത്തിൻ്റെ മാലകൾ കമ്പോട് കമ്പ് നീട്ടിക്കെട്ടിയിരിക്കുന്നു. ഓലപ്പടക്കങ്ങൾ പൊട്ടിക്കേറിക്കൊണ്ടിരിക്കെ ഗുണ്ടുകൾ ഭൂമി കുലുക്കിക്കൊണ്ട് പൊട്ടി. അമിട്ടുകൾ ആകാശത്തേക്ക് പൊങ്ങി നക്ഷത്രങ്ങൾ വിരിയിച്ചു. ചിലപ്പോൾ ആകാശത്ത് കയറിപ്പൊട്ടുന്ന അമിട്ടുകളിൽ നിന്ന് ജീവനുള്ള പ്രാവുകൾ പറന്നു. വർണ്ണക്കുടകൾ കാറ്റത്ത് ഒഴുകിപ്പോയി. വെടിക്കെട്ട് അവസാനിച്ചപ്പോഴേക്കും അപ്പുവിൻ്റെയും ഏട്ടൻ്റെയും ചെവികൾ കൊട്ടിയടച്ചിരുന്നു. പുരുഷാരം പിരിഞ്ഞു തുടങ്ങുന്നു. കുന്നിറങ്ങിപ്പോകുന്ന ആളുകളുടെ നീണ്ട വരികൾ. ഉള്ള കാശിനെ പൊരിയും ഉറിയപ്പവും വാങ്ങി അപ്പുവും ഏട്ടനും വീട്ടിലേക്ക് കുതിച്ചു. ഉറിയപ്പം എന്ന് പറയുന്നത് പൂരപ്പറമ്പുകളിൽ കിട്ടുന്ന അരിമുറുക്കിനെയാണ്. പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന ബാലസാഹിത്യ നോവലിലെ 4-ാമത്തെ അധ്യായമായ വേലപ്പറമ്പ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.